തമ്പുരുവും കിന്നരവും മീട്ടി ക്രിസ്മസ് രാവിനെ മനോഹരമാക്കാൻ നമുക്കൊരുങ്ങാം. പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. ഒരു മണ്ണിലെ ഇടയന്മാരെ അടുവിണ്ണിലെ മാലാഖകളെ, ഒരു മണ്ണിലെ ഇടയന്മാരെ അടുവിണ്ണിലെ മാലാഖകളെ, പാടും തമ്പുരുവും കിന്നരവും താളവുമായി, പാടും തമ്പുരുവും കിന്നരവും താളവുമായി. പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. മെൽഷറും കാസ്പറും ബെൽതസറും വാഴ്ത്തും രക്ഷകനിൽ രക്ഷകനാം മിശിഹാ പിറന്നദിനം. മെൽഷറും കാസ്പറും ബെൽതസറും വാഴ്ത്തും രക്ഷകനിൽ രക്ഷകനാം മിശിഹാ പിറന്നദിനം. ഒരു മണ്ണിലെ ഇടയന്മാരെ അടുവിണ്ണിലെ മാലാഖകളെ, ഒരു മണ്ണിലെ ഇടയന്മാരെ അടുവിണ്ണിലെ മാലാഖകളെ, പാടും തമ്പുരുവും കിന്നരവും താളവുമായി, പാടും തമ്പുരുവും കിന്നരവും താളവുമായി. പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. ഭൂമിയിൽ ദൈവമക്കൾ നേടും സമാധാനം, ഉന്നതിയിൽ അത്യുന്നതിയിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവമക്കൾ നേടും സമാധാനം, ഉന്നതിയിൽ അത്യുന്നതിയിൽ ദൈവത്തിന് മഹത്വം. ഒരു മണ്ണിലെ ഇടയന്മാരെ അടുവിണ്ണിലെ മാലാഖകളെ, ഒരു മണ്ണിലെ ഇടയന്മാരെ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിന്റെ പ്രിയപ്പെട്ട വികാരിച്ചൻ, നമുക്കെല്ലാം വേറെ സ്നേഹമുള്ള ഫാദർ ജയ്മോൻ പുത്തൂർക്കുടിൽ ജയ്മോൻ അച്ഛൻ, ഇവിടെ സന്നിഹിതയായിട്ടുള്ള കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് യുവാഡിന്റെ മെമ്പറുമായ പ്രിയങ്കര ശ്രീമതി ജിൻസി എലിസബത്ത്, എഴുത്തുകാരിയും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് മനുഷ്യസ്നേഹിയെ എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വത്സമ്മ ടീച്ചർ, അതുപോലെ തന്നെ തുടർന്ന് ഇന്ന് വൈകുന്നേരം നടക്കുന്ന സമ്മേളനത്തിലേക്ക് പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി വി സുനിൽ, അതുപോലെ ആദരണീയനായ റവറന്റ് ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ,
ജനപ്രതിനിധി കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MP സ്മിത, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു, ഡോക്ടർ എബിസൺ ഫിലിപ്പ് സെക്രട്ടറി അടക്കമുള്ള മറ്റ് ഭാരവാഹികൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, നമുക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി കടന്നു വരികയാണ്. ക്രിസ്മസിന്റെ മംഗളാശംസകൾ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. ക്രിസ്മസിന്റെ തുടർച്ചയായി പുതുവത്സരവും കടന്നു വരികയാണ്. ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ഈ കാലഘട്ടം മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും ശാന്തിയും സമാധാനവും സംതൃപ്തിയും സന്തോഷവും എല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസിന്റെ ഏറ്റവും വലിയ മഹത്വമായി സന്ദേശമായി നമുക്ക് എന്ന് ലഭിക്കുന്നത് ദൈവത്തിന്റെ വലിയ ഒരു കൃപാകടാക്ഷം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വലിയ ദിവ്യ വചസ്സാണ് ഈ ക്രിസ്മസിന്റെ സന്ദേശമായി ലോകത്തിന് ദൈവം നൽകിയിട്ടുള്ളത്. ദൈവം തന്നെ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കാൻ തീരുമാനിച്ചത് മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ദൈവം ഭൂമിയിൽ അവതരിക്കുന്ന ക്രിസ്തു ശിഷ്യന്മാരായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ കൃപ ലഭിക്കുവാൻ വേണ്ടി, ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് യേശുവിന്റെ ജനനം നടക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി യേശു പിറന്നു എന്ന് നാം എങ്ങും കാണുന്നില്ല. ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസൽമാനാണോ എന്നല്ല, സകല ജനതയ്ക്കും രക്ഷ എന്നുള്ളതാണ്. ലോകം മുഴുവനുള്ള മുഴുവൻ മനുഷ്യർക്കും രക്ഷ പ്രദാനം ചെയ്തുകൊണ്ടാണ്, അവർക്ക് അനുഗ്രഹങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ സംരക്ഷണം, ഇതെല്ലാം എല്ലാ മനുഷ്യർക്കും സമ്മാനിച്ചുകൊണ്ടാണ്, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്, എല്ലാവരുടെയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ് യേശുവിന്റെ ജനനം നടക്കുന്നത്. അപ്പൊ ജാതിക്കും മതത്തിനും അതിർവരമ്പുകൾക്കും കാലഘട്ടങ്ങൾക്കും എല്ലാം അപ്പുറത്ത് യേശുവിന്റെ ജനനം നടക്കാൻ ലോക ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിക്കുകയാണ്. യേശുവിന്റെ ജനനത്തിന് മുൻപും യേശുവിന്റെ ജനനത്തിന് ശേഷവും എന്നാണ് ലോക ചരിത്രം. ലോകത്തിന്റെ തന്നെ ക്രമീകരണം അങ്ങനെയായി തീരുകയാണ്. അപ്പൊ ഇതെല്ലാം സത്യങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി ക്രിസ്മസ് ആഘോഷത്തെ മാറ്റിയെടുക്കുവാൻ തന്നെയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ലോകത്തോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ സഭാപിതാക്കന്മാരും, നമുക്ക് ക്രൈസ്തവ സഭയുടെ തലത്തിൽ തന്നെ ചിന്തിച്ചാൽ വിവിധ സഭാവിഭാഗങ്ങൾ ഇന്ന് വിശ്വാസികൾക്ക് വേണ്ടിയുണ്ട്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ സെന്റ് ആൻഡ്രൂസ് ദേവാലയവുമായി ബന്ധപ്പെട്ട് ഇവിടെ നാം ആയിരിക്കുമ്പോൾ ശുശ്രൂഷയുടെ കാര്യത്തിൽ ജൈവോനച്ചടക്കം, അതുപോലെ തന്നെ സഭയുടെ പിതാക്കന്മാരടക്കം എല്ലാവരും നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെല്ലാം നൽകുന്നതും ഈ ദൈവ സ്നേഹത്തിന്റെ സന്ദേശമാണ്. അപ്പോൾ സമൂഹത്തിൽ ജാതിയും മതവും രാഷ്ട്രീയവും മറ്റു തരത്തിലുള്ള വേർതിരിവുകളെല്ലാം എന്നും നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും അതിനെല്ലാം അതീതമായി മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഒന്നിച്ച സ്നേഹത്തോടെ ഒരമ്മയുടെ മക്കളെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും ഒന്നായിരിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തി എല്ലാവരും സമഭാവനയോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാനുള്ള കൃപയാണ് ഇന്ന് സമൂഹം ആഗ്രഹിക്കുന്നത്. എന്നും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എന്നാൽ ഇതിന് കഴിയാത്ത വിധത്തിലുള്ള നിരവധി നിർഭാഗ്യകരമായ സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരാറ്. അത് സമൂഹത്തിൽ ഇവിടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നതും ഏറ്റുമുട്ടലുകളും ഈ കാലഘട്ടത്തിൽ എത്രയോ വേദനയോടെയാണ് നമ്മൾ കാണുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളടക്കം കൊല ചെയ്യപ്പെടുന്നത്, മനുഷ്യജീവന് യാതൊരു വിലയില്ലാത്ത നിലയിലേക്ക് പോകുന്നത്, രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെ സംഭവിക്കുന്ന ദുരന്തപൂർണമായ രക്തച്ചൊരിച്ചിലുകൾ, ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം സമൂഹത്തെ വേദനിപ്പിക്കുന്ന, സമൂഹത്തിൽ മുറിവുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കടമയുണ്ട്. നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട് ലോക സമാധാനം ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുന്നതിനകത്തും ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നിയേക്കാം. എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥനയും പ്രയത്നങ്ങളുമാണ് ലോകത്തിന്റെ സമാധാനത്തിന് ഇടവരുത്തുന്നത്. അപ്പൊ നമ്മുടെ ഗ്രാമപ്രദേശം, മുട്ടുചിറയാകട്ടെ, കടുത്തുരുത്തിയാകട്ടെ, നമ്മുടെ ചുറ്റുപാടുകളെല്ലാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രദേശങ്ങളായിട്ട് എന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇവിടെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും എല്ലാവർക്കും ലഭിക്കുന്ന നമ്മുടെ ഒരു നാടാണ്, പുണ്യഭൂമിയാണ് കടുത്തുരുത്തി. തീർച്ചയായിട്ടും കടുത്തുരുത്തിയുടെയും മുട്ടുചിറയുടെയും ഈ ചുറ്റുപാടുകളിലും ഒക്കെ നിൽക്കുന്ന ജാതിമത ഭേദമന്യുള്ള വിവിധ വിഭാഗങ്ങളാണ് ഈ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി നമ്മുടെ പരിശുദ്ധമായ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ക്രിസ്മസ് സന്തോഷം പ്രദാനം ചെയ്യട്ടെ, സമാധാനം എല്ലാവർക്കും ലഭിക്കട്ടെ. ശാന്തിയും സമാധാനം ലഭിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ തുടർച്ചയായി കടന്നു വരുന്ന 2024 പുതുവർഷം, ആ പുതുവത്സരവും ഐശ്വര്യപൂർണമായി എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹം നൽകുന്ന ഒരു പുതുവർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളാശംസകൾ എല്ലാവർക്കും തരുന്നു. ഞാൻ ഇന്ന് രാവിലെ തന്നെ ദേവാലയത്തിലെത്തി
അച്ഛനോടൊപ്പം ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. ക്രിസ്മസിൻ്റെതായിട്ടുള്ള ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുവാൻ ഇന്ന് കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. നമ്മുടെ നാടിന്റെ പ്രിയകരിയായിട്ടുള്ള എഴുത്തുകാരെയും സാമൂഹ്യ പ്രവർത്തകയും ഒക്കെയായ നമുക്കൊക്കെ പ്രിയപ്പെട്ട വത്സമ്മ ടീച്ചറിനെ ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുവാൻ കഴിഞ്ഞതും ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട ജയമോനച്ചന്റെ ഗുരുനാഥ കൂടിയാണ് ടീച്ചർ എന്നുള്ളത് ഇരട്ടി മധുരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ടീച്ചറിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും സാഹിത്യ രംഗത്തെ സംഭാവനകൾക്കും എല്ലാം ഞങ്ങളെല്ലാവരും പ്രത്യേകമായി ടീച്ചറിനെ അഭിനന്ദിക്കുന്നു. ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ ടീച്ചറിന് ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയങ്കരെ ജിൻസി എലിസബത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ബാക്കി എല്ലാ ജനപ്രതിനിധികളും ചേർന്നുകൊണ്ട് വൈകുന്നേരം മംഗളകരമായ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. എനിക്കിന്ന് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒഴിവാകാനാവാത്ത ഒരു ചടങ്ങിന്റെ അധ്യക്ഷനായി ഇന്ന് 3 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് മുഴുവൻ സമയവും ഞാൻ കുറവലങ്ങാട് നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ വൈകുന്നേരത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ വരുന്നത്. അതിന് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് രാവിലെ ഇക്കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇവിടെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ സഹായിക്കുവാനും വിഷമിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുവാനും നന്നായി പഠിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ വേണ്ടി ഏറ്റവും ഫലപ്രദമായി കാര്യക്ഷമതയോടെ ആത്മാർത്ഥതയോടെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ജയമോനച്ഛനെ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അച്ഛന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഉണ്ടായിരിക്കട്ടെ. സെന്റ് ആൻഡ്രൂസ് കുടുംബത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഇന്ന് എഴുന്നേൽക്കണം. 2023 സെന്റ് ആൻഡ്രൂസ് കുടുംബത്തിന്റെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് മറ്റു പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് ഈ നാടിന്റെ പ്രിയപുത്രൻ ശ്രീ മോൻസ് ജോസഫ് എം.എൽ.എ മറ്റു പ്രോഗ്രാമിന് പോയി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്രിസ്മസ് ആശംസകൾ മുന്നമേ നിങ്ങൾക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാമിന്റെ മുഖ്യപ്രഭാഷണം നൽകുന്നതും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരിക്കുന്ന ശ്രീ പി.വി. സുനിൽ, അതോടൊപ്പം ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് നയന ബിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റ് എത്രയും പെട്ടെന്ന് എത്തിച്ചേരും. അവരെ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ വാർഡിന്റെ മെമ്പറും പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന ജിൻസി എലിസബത്തിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സെന്റ് മൈക്കിൾ സ്കൂളിന്റെ ടീച്ചർ ഇവിടെ എല്ലാവർക്കും വളരെ സുപരിചിതയാണ്. പ്രത്യേകിച്ച് ചുറ്റും താമസിക്കുന്ന വീട്ടിലെ എല്ലാ കുട്ടികളെയും പഠിപ്പിച്ച അവർക്കെല്ലാം A+ കിട്ടുവാൻ കാരണമായി തീർന്നതും ടീച്ചറിന്റെ നല്ല പഠിപ്പിക്കലിന്റെ മികവ് എന്ന് അവരോട് പങ്കുവച്ചിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്, രക്ഷിതാക്കളിവിടെ പങ്കെടുക്കുന്നുണ്ട്. ടീച്ചർ നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും എത്തിച്ചേരുന്നുണ്ട്. റോബോട്ടിക് ക്ലാസ് ഒക്കെ നടത്തിയപ്പോൾ, സമ്മർ ക്ലാസ് നടത്തിയപ്പോൾ ടീച്ചറിന്റെ സാന്നിധ്യം നല്ല നിറവായിരുന്നു. ടീച്ചറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കവിയത്രയും എഴുത്തുകാരിയുമായിരുന്ന ശ്രീമതി വത്സമ്മ ടീച്ചറിനെ ഇന്ന് ഈ പൗരാവലി ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ടീച്ചറിനെ ഈ സമയത്ത് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ചുറ്റും താമസിക്കുന്ന ഭവന അംഗങ്ങളെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. 2020 ജനുവരി 31 പ്രവർത്തനം ആരംഭിച്ചതാണ് സെന്റ് ആൻഡ്രൂസ് കുടുംബം. അതിനെ തുടർന്ന് ഒരു വിപുലമായ ക്രിസ്മസ് പ്രോഗ്രാം ഇതാദ്യമായിട്ടാണ്. കഴിഞ്ഞ 2 ക്രിസ്മസ് കാലത്തും ടൗണിലും കുട്ടികളുടെ ഹോസ്പിറ്റലിലും കേക്ക് വിതരണവും ക്രിസ്മസ് കാലത്ത് മാത്രം വിതരണം ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം ചുറ്റും താമസിക്കുന്ന ഭവനങ്ങളിലൊക്കെയും കാരഡ് സർവീസ് നടത്തുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഈ പ്രാവശ്യം ഏകദേശം 60ഓളം കിടപ്പ് രോഗികൾക്ക് കിറ്റുകൾ നാളെ മുതൽ വിതരണം ചെയ്യുവാൻ തക്ക വിധമാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. ഓരോ വാർഡിലെയും വാർഡ് മെമ്പർമാരോടൊപ്പം ആ ഭവനങ്ങളിൽ പോയി കിടപ്പ് രോഗികളെ കണ്ട് അവർക്ക് അല്പസമയം സാന്ത്വനമേകിക്കൊണ്ട് അവർക്ക് ഒരു കിറ്റ് ഏകദേശം 500 രൂപ വില വരുന്നതായ കിറ്റുകൾ അവരുടെ ഭവനങ്ങളിൽ എത്തിക്കാൻ തക്ക വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത്.
അതോടൊപ്പം തന്നെ ഇന്ന് ക്രിസ്മസ് ഫണ്ട് ഇവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും കൂടി വരുന്ന ആളുകൾക്ക് ഒരു സമ്മാനം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുവാൻ തക്ക വിധം ഒരു ക്രിസ്മസ് ഫണ്ടിന്റെ തെരഞ്ഞെടുപ്പ് കൂടി ഇവിടെ ഇതിനകത്ത് നടത്തപ്പെടുന്നുണ്ട്. അനുഗ്രഹ പ്രഭാഷണം നൽകുന്നത് മാത്യു ഉണക്കിപ്പറമ്പിലച്ചനാണ്. നിങ്ങൾക്ക് സുപരിചിതനാണ്. അദ്ദേഹം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പമുള്ള ആളാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ വലിയൊരു സമ്മാനമാണ്. കാരണം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരുടെയും കൂടിവരവ് വഴി കൂടുമ്പോൾ ഇമ്പമെന്നാണ് കുടുംബത്തിന്റെ ഒരു പ്രത്യേകത. സെന്റ് ആൻഡ്രൂസ് കുടുംബത്തിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അഗതി കുടുംബം എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഏതാനും ആളുകളുണ്ട്. അവർക്കൊക്കെയും ഇന്ന് ഈ യോഗത്തിലിരിക്കുന്ന വിശിഷ്ട അതിഥികളിൽ നിന്ന് അവര് ഈ കിറ്റുകൾ വാങ്ങിക്കൊണ്ടു പോകാൻ തക്ക വിധമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അധ്യക്ഷ പ്രസംഗം എന്ന നിലയിൽ കൂടുതലായി ഒന്നും തന്നെ പറയുവാനോ ദീർഘിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റിന് മറ്റൊരു പ്രോഗ്രാമിൽ പോകേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കേണ്ടത് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സ്മിത MP എത്തിച്ചേർന്നിട്ടുണ്ട്. ഹാർദവമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ആശംസ ഞാൻ ഈ സമയത്ത് നേർന്നുകൊള്ളുന്നു. ഈ കോൺഗ്രിഗേഷന്റെ സെക്രട്ടറി ഡോക്ടർ എബിസൺ ഫിലിപ്പ്, കുര്യാക്കോസ് പടിഞ്ഞാറേക്കര, എല്ലാവരെയും ഈ സമയത്ത് ഇതിന്റെ മികവിന് വേണ്ടി ഏറെ ദൂരത്ത് നിന്ന് എത്തിച്ചേർന്നുള്ള എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അവയെല്ലാം ഈ സമയത്ത് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ടും ഇപ്പോൾ തിരിതെളിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം ഒരിക്കൽ കൂടി നിർവഹിക്കുകയാണ് ബ്ലോക്ക് പ്രസിഡന്റ്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളും എഴുന്നേറ്റ് ഇപ്പോൾ തിരിതെളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. എല്ലാവർക്കും ഓരോരുടേതായ ഇടങ്ങളിൽ ഇരിക്കാം. ഇപ്പോൾ മുഖ്യപ്രഭാഷണം നിർവഹിച്ച് അതിഥികളായിരിക്കുന്ന ആളുകൾക്കുള്ള കിറ്റ്, അതോടൊപ്പം തന്നെ എല്ലാ മാസവും പെൻഷൻ വാങ്ങുന്നവർക്കുമുള്ളതായ കിറ്റുകളും ബ്ലോക്കിന്റെ പ്രസിഡന്റ് ഇപ്പോൾ കൈമാറും. അതിന് മുമ്പേ മുഖ്യപ്രഭാഷണത്തിനായിട്ട് ശ്രീ PV സുനിലിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സന്തോഷകരമായ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ പള്ളിയുടെ വികാരി ഫാദർ ജയ്മോൻ പുത്തൂർക്കുടിയിൽ ഇവിടെ സന്നിഹിതനായിട്ടില്ലെങ്കിലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തുന്ന ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത കടുത്തുരുത്തിയുടെ ആദരണീയനായ MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് അവർ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന റവറന്റ് ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ,
ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, ഞാൻ ഗ്രാമമാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത്, ശ്രീമതി NV സ്മിത അവர்கள், ഇവിടെ സംഗീതയായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി നയന ബിജു, നമുക്കെല്ലാം ഏറെ ബഹുമാനിയായ ശ്രീമതി സോണിയ ടീച്ചർ, സോണിയ മോൻസ് എന്നാണ് എഴുതിയിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് ടീച്ചറിനെ ഞാൻ അച്ഛൻ പറയുകയും ചെയ്തത്, ശ്രീമതി ജിൻസി എലിസബത്ത്, ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയായ വൈസ് പ്രസിഡന്റ്, നമുക്കെല്ലാം ഏറെ ആദരണീയനായ വത്സമ്മ ടീച്ചർ, ഡോക്ടർ എബിസൺ ഫിലിപ്പ്, നമുക്ക് ഏറെ ബഹുമാന്യനായ ഡോക്ടറാണ്, ദീർഘകാലമായി നമ്മുടെ കുട്ടികള ഹോസ്പിറ്റലിൽ ആതുര ശുശ്രൂഷ രംഗത്ത് വളരെ കാര്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ, ഇവിടെ സന്നിഹിതരായ മറ്റ് ബഹുമാന്യരെ, സ്നേഹമുള്ളവർ, 2023 ക്രിസ്മസ് ആഘോഷത്തിൽ ധാരാളം ആഘോഷങ്ങൾ പങ്കെടുക്കാറുണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട്. അതിൽ ആദ്യത്തേതാണ് കുട്ടികള നമ്മുടെ ജയ്മോഹൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആഘോഷ പരിപാടി എന്നുള്ളത് സന്തോഷത്തോടു കൂടി അനുസ്മരിക്കുകയാണ്. ക്രിസ്മസ് ലോകത്തിന് വലിയ പ്രത്യാശ നൽകുന്ന ഒരു ഉത്സവമാണ്. തിരുപ്പിറയോടുകൂടി ലോകത്തിന് സമാധാനവും ഐശ്വര്യവും സ്നേഹവും വിളയാടുന്ന ഒരു അന്തരീക്ഷത്തിലേക്കുള്ള പ്രതീക്ഷയാണ് ലോകത്തിന് ക്രിസ്മസ് പ്രദാനം ചെയ്യുന്നത്. ഇന്നത്തെ സമകാലീന ലോകത്ത് പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെ യുദ്ധവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിട്ട് രക്തച്ചൊരിച്ചിലുകളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പുറത്ത് വേറെ ആരംഭിച്ച യുദ്ധം വർഷങ്ങൾ പിന്നീട് വർഷത്തോടടുക്കുകയാണ്. ഇതെല്ലാം ലോകസമാധാനത്തിൻ്റെ മേൽ വലിയ ചോദ്യചിഹ്നങ്ങളായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് 2023 ക്രിസ്മസ് നാം ആഘോഷിക്കുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമുക്കേറെ സമാധാനപരമായി ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും ഇടയാകുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, ഇന്ത്യയിൽ തന്നെ ചിലയിടങ്ങളിലെ സംഭവങ്ങൾ നമുക്ക് ഏറെ വിഷമം ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത്തരം സാഹചര്യങ്ങളെല്ലാം മുക്തമായ ഒരു ലോകം നമുക്ക് 2023 ക്രിസ്മസോടുകൂടി പ്രതീക്ഷിക്കാം. ആ പ്രത്യാശ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ദൈവമച്ചൻ വളരെ മാതൃകാപരമായി ആഘോഷങ്ങളെല്ലാം കാലുകൂട്ടി പ്ലാൻ ചെയ്ത് നമ്മളെല്ലാം സന്തോഷത്തിലേക്ക് എത്തിക്കാൻ, ആനന്ദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഓരോ സന്ദർഭങ്ങളിലും അതിനനുയോജ്യമായ വിധത്തിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ വ്യക്തികളെ, കുടുംബങ്ങളെ ആ സന്തോഷത്തിലേക്ക് നയിക്കാനിടയാകുന്ന വിധത്തിലേക്കുള്ള വലിയ പരിശ്രമമാണ് അച്ഛൻ്റെ നേതൃത്വത്തിലൂടെ നടത്തിവരുന്നത്. തീർച്ചയായും അത് അഭിനന്ദനാർഹമാണ്. 2023 ക്രിസ്മസ് ആഘോഷം കൂടുതൽ സന്തോഷപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ പ്രസംഗിക്കുന്നു. നന്ദി, നമസ്കാരം. പോകുവാനായ തിരക്കുകളുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് ആരംഭിച്ച ഒരു കാര്യമാണ് മെഡിക്കൽ മിഷൻ. കിടപ്പ് രോഗികൾക്കും അതോടൊപ്പം തന്നെ വൃക്ക സംബന്ധമായ രോഗങ്ങൾക്കും പ്രയാസം അനുഭവിക്കുന്ന കടുത്തുരുത്തി പഞ്ചായത്തിലെ ആളുകൾക്ക് ഒരു മാസാമാസം ഒരു ടോക്കൺ വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് അത് പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറുന്നു. തീരെ പ്രയാസത്തിലിരിക്കുന്നവരുമായ ഏതാനും ആളുകൾക്കുള്ള കിറ്റ് ഇപ്പോൾ വിതരണം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ പെൻഷൻ വാങ്ങുന്ന ആളുകളും മുന്നോട്ട് കടന്നു വന്ന് കിറ്റുകൾ സ്വീകരിക്കേണ്ടത്.
നടത്തുവാനായിട്ട് യാക്കോബായ സുറിയാനി സഭ മാത്രമല്ല മറ്റ് ഇതര സഭകളിലും ക്രിസ്തുമസ് ആയിരുന്നാലും നോമ്പുകാലമായിരുന്നാലും പുതുവത്സരമായിരുന്നാലും ഏറെ തിരക്കുള്ള സുറിയാനി സഭയുടെ ഒരു യുവ വൈദിക ശ്രേഷ്ഠനാണ് പാണമ്പടിയുടെ വികാരിയായിരിക്കുന്ന കുര്യൻ മാത്യു വടക്കേ പറമ്പിലച്ചൻ. ഞങ്ങൾ ഒന്നിച്ച് ഒരു സമയത്ത് സെമിനാരിൽ പോകുവാൻ ഒരേ കാലഘട്ടത്തിൽ ഒരേ വർഷം ഒരേ സെമിനാരിൽ ഇൻ്റർവ്യൂ എഴുതിയവരാണ്. ആ ഇൻ്റർവ്യൂവിൽ അച്ഛൻ പാസ്സായി, ഞാൻ പാസ്സായില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ പഠിച്ചു വളർന്നവരാണ്. അച്ഛൻ്റെ അനുഗ്രഹപ്രദമായ സുവിശേഷങ്ങൾ കഴിഞ്ഞ നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കൺവെൻഷനുകളിൽ നിങ്ങൾ കേട്ടതാണ്. ഇപ്പോൾ ഒരു ക്രിസ്തുമസ് സന്ദേശം ബഹുമാനപ്പെട്ട അച്ഛനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെ ശാന്തമായിട്ട് തന്നെ ഇരിക്കണമെന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം ക്രിസ്മസ് ഫ്രണ്ട് ആര് എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൃത്യം 6 മണിക്ക് തന്നെ പരിപാടികൾ പര്യവസാനിക്കുന്നതാണ്. എല്ലാവർക്കും ഇവിടെ കേക്കുകളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും ഇടയ്ക്ക് ഇറങ്ങി പോകരുത്. കൃത്യം 6 മണിക്ക് പര്യവസാനിക്കണം. ദൈവത്തിന് സ്തുതി. യോഗത്തിൻ്റെ അധ്യക്ഷൻ നമുക്ക് പ്രിയപ്പെട്ട ജയമോനച്ചൻ, ഇത് ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നിർവഹിച്ച് ഈ രണ്ടാമത്തെ യോഗത്തിന് ധന്യത നൽകിയ ശ്രീ പി വി സനു, സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സോണിയ ടീച്ചർ, പ്രിയപ്പെട്ട പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ജെൻസി, പ്രിയപ്പെട്ട വത്സമ്മ ടീച്ചർ, പ്രിയപ്പെട്ട ഡോക്ടർ, ചേർന്ന് വന്നിരിക്കുന്ന സഹോദരങ്ങൾ, ക്രിസ്തുമസ് എന്നുള്ളത് എപ്പോഴും സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. ആ സന്തോഷം പലതരത്തിലുണ്ട്. നമുക്ക് ക്രിസ്മസ് ആകുമ്പോൾ കരോളുകളുണ്ട്, ഏതാണ്ട് കറക്റ്റായിട്ടുള്ള ഒരു പാട്ടാണ്. ദുഃഖം തീരുന്ന ഒരു സമയം. കരോളുകളുണ്ട്, നമുക്ക് സമ്മാനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ പല പല ചടങ്ങുകളാണ്. വാസ്തവത്തിൽ പലപ്പോഴും ക്രിസ്തുമസിന്റെ യഥാർത്ഥ മർമ്മം മറന്നു പോകുന്നു എന്നുള്ള വലിയൊരു ദുഃഖമുണ്ട് എന്ന് മാത്രം. കാരണം ഈ ആഘോഷ കാലയളവിലെല്ലാം സന്തോഷവും സമാധാനമായിട്ട് പോകും. അതിർത്തിയിലെ ദുഃഖം യുദ്ധം പോലെ. ക്രിസ്മസ് ആകുമ്പോൾ സ്നേഹം പങ്കുവയ്ക്കും, വീണ്ടും അത് പുനരാരംഭിക്കുന്ന ഒരവസ്ഥ. സത്യത്തിൽ എന്തിനാണ് ക്രിസ്മസ് ആചരിക്കുന്നത്? എനിക്ക് തോന്നുന്നു എല്ലാ ലോകത്തിനുമുള്ള ഒരു സന്തോഷമാണ് സത്യത്തിൽ ക്രിസ്മസിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ സത്യം ഇതാണ്: ദൈവം മനുഷ്യനാണ്. ലോകത്തിന് ആദ്യം മുതൽ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട്, വൈ ഗോഡ് ഇൻകാർണേറ്റഡ്, എന്തിനാണ് ദൈവം മനുഷ്യനാണ്? അതിന്റെ ആൻസർ ഈ ലോകത്തുള്ള എല്ലാ കത്തീഡ്രലുകളിലും എല്ലാ പള്ളികളിലും അതിന്റെ ഉത്തരമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാൻ. ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും സാരസത്വമാണ്. ഹൈന്ദവ മതമായാലും ഇസ്ലാം മതമായാലും ഒക്കെ പരിശ്രമിക്കുന്നത് ദൈവീകതയിലേക്ക് മനുഷ്യനെ ഉയർത്താനാണ്. അപ്പോ ക്രിസ്തുവിന്റെ വരവും അത് തന്നെ. ഇനി എന്തുകൊണ്ടാണ് ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്? അതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയം. അപ്പൊ ഈ പഴയ നിയമം പുതിയ നിയമവുമായിട്ട് 2 ഭാഗമുള്ള വേദപുസ്തകം, അല്ലെങ്കിൽ ഇന്റർ ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ഭാഗം കൂടിയുണ്ട്, 3 ഭാഗങ്ങളായിട്ടുള്ള വേദപുസ്തകം. അത് ആദ്യം പരിശോധിക്കാൻ നമ്മൾ കാണുന്നത് ഫ്രം ദ ബിഗിനിങ്, ആരംഭം മുതൽ ഗോഡ് സോ ലവ് ദ വേൾഡ്, ദൈവം ലോകത്തെ മനുഷ്യനെ അത്രമേൽ സ്നേഹിച്ചു എന്നുള്ളതാണ്. സ്നേഹിച്ചിട്ട് അവരെ നന്നാക്കാനായിട്ട് ഏദൻ തോട്ടത്തിൽ കൂടെ കൂട്ടി, അതാണ് വേദപുസ്തകം പറയുന്നത്. പക്ഷെ അവർ അനുസരണക്കേട് കാണിച്ചു. എന്നാലും അവനെ തള്ളിക്കളഞ്ഞില്ല. വീണ്ടും അവനെ നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ കൊടുത്ത് കൂടെ കൂട്ടി. ഇങ്ങനെയാണ് എൻ്റെ കൂടിയാവോ. അവിടെയും ശരിയാകാത്തതിന്റെ പിന്നീട്
ന്യായാധിപന്മാരെ അയച്ചു, പിന്നെ അവർക്ക് പ്രവാചകന്മാരെ അയച്ചു. അങ്ങനെ ഇതെല്ലാം പരിശ്രമിച്ച് നോക്കിയിട്ട് ശരിയാകാതെ വന്നപ്പോ ഒടുവിൽ തന്റെ സ്വന്തം പുത്രനെ അയച്ചു. അതാണ് വേദപുസ്തകത്തിന്റെ മർമ്മം. എന്തുകൊണ്ടാണ് അങ്ങനെ പരിശ്രമിച്ചതെന്നുള്ളതിന് മനോഹരമായ ഒരു കഥ ഇങ്ങനെ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നത്തെ കാലം അല്പം പഴയ കാലത്താണ്. ഒരു ദേശത്ത് ഒരു പട്ടാളക്കാരൻ വന്നിറങ്ങി, ട്രെയിനിൽ വന്നിറങ്ങി. അപ്പൊ അദ്ദേഹം ട്രെയിനിൽ വന്നിറങ്ങിയിട്ട്, ആ കാലത്ത് ഇന്നത്തെ പോലെ മോട്ടോർ വാഹന സൗകര്യങ്ങളൊന്നുമില്ല, ആകെപ്പാടെയുള്ളത് കുതിര വണ്ടിയാണ് ആ ദേശത്ത്. അപ്പോഴദ്ദേഹം നോക്കിയപ്പോൾ ആകെപ്പാടെ ഒറ്റ കുതിരവണ്ടി മാത്രമേ ഉള്ളൂ. ആ കുതിരവണ്ടിയുടെ അടുക്കലേക്ക് അയാൾ വന്നു. അയാൾ വന്ന കുതിരക്കാരനോട് അല്പം ദൂരെയാണ്, 100 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിന് എത്തേണ്ടത്. വളരെ വേഗം എത്തണം. കുതിരവണ്ടിയുടെ സന്തോഷത്തിൽ ചെന്ന് കുതിരവണ്ടിക്കാരനോട് ഈ കാര്യമൊക്കെ പറഞ്ഞു. കുതിരവണ്ടിക്കാരനോട് ഇത് പറഞ്ഞപ്പോ കുതിരവണ്ടിക്കാരൻ പറഞ്ഞു, സാറെ കൊണ്ടുപോകുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ കുതിര പതുക്കെ ഉള്ളൂ, ഈ കുതിര പതിയേ ഉള്ളൂ. അപ്പോൾ ഈ പട്ടാളക്കാരൻ വന്നയാളുടെ മനസ്സിലുണ്ടായ വിചാരം, പതിയെ എന്നുള്ള വാക്ക് എത്ര പറഞ്ഞാലും കുതിരയെന്ന് പറഞ്ഞാൽ ഒരു മിനിമം സ്പീഡ് ഉണ്ട് അല്ലേ, നമ്മൾ കഴുത പോലെ അല്ല കുതിര ഓടുക. അപ്പൊ കുതിര ഏതായാലും അത്യാവശ്യ സ്പീഡിലേ പോകുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അത് കുഴപ്പമില്ല, ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ മനുഷ്യന്റെ കുതിരവണ്ടിയിൽ കയറി. വേറൊരു വണ്ടി അതിന് ഇല്ല. അങ്ങനെ ഈ കുതിരവണ്ടി അതിന്റെ യാത്ര ആരംഭിക്കാൻ. അങ്ങനെ യാത്ര ആരംഭിക്കുമ്പോ ഈ മനുഷ്യൻ പുറകിലേക്ക് കയറി, കുതിരക്കാരൻ പുറകിൽ കയറി, അങ്ങനെ യാത്ര ആരംഭിച്ചു. ആദ്യത്തെ 2-3 മിനിറ്റ് കഴിഞ്ഞു. വളരെ പതുക്കെയാണ് കുതിര പോകുന്നത്. അപ്പോഴീ മനുഷ്യൻ പുറകിൽ നിന്ന് ആദ്യം വിചാരിച്ചില്ല, സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്, ഇത് കാര്യം തുടങ്ങുമ്പോൾ ഇച്ചിരി താമസം വരും. 5 മിനിറ്റായി, 10 മിനിറ്റായി, കുതിര ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി, ഇത് ഒരിക്കലും ഈ ഇങ്ങനെ പോയാൽ സമയത്ത് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോ സഹി കെട്ടിട്ട് കുതിരക്കാരനോട് ചോദിച്ചു, താൻ ഇതിന് തിന്നാനൊന്നും കൊടുക്കാറില്ലേ? നമ്മുടെ ഒരു പ്രതികരണം ആദ്യം ഉണ്ടല്ലേ, താൻ ഇതിന് തിന്നാനൊന്നും കൊടുക്കാറില്ലേ? അപ്പോ കുതിരക്കാരൻ പറഞ്ഞു, പെട്ടെന്ന് ഈ ചോദ്യം കേട്ടപ്പോഴേ പുള്ളിക്കൊരു വലിയ സന്തോഷം തോന്നി. കാരണം ഈ ചോദ്യം പുള്ളി കേട്ടപ്പോൾ പുള്ളിക്കുണ്ടായ ഒരു വിഷമത്തിന്റെ, ഒരു പ്രയാസത്തിന്റെ വേദന പുള്ളിക്ക് അങ്ങ് തുറന്നു വിടാൻ തക്കവണ്ണ ഒരു സാഹചര്യം. അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നു സാറേ, എനിക്ക് നല്ലൊരു കുതിര ഉണ്ടായിരുന്നു, നല്ല വേഗത്തിലോടുന്ന കുതിര. പക്ഷേ അതിന് ചില പ്രായമായപ്പോൾ അല്പ സ്പീഡ് കുറഞ്ഞപ്പോൾ വീട്ടുകാരും കൂട്ടുകാരും എല്ലാം നിർബന്ധിച്ച് ഞാനതിനെ വിറ്റു. ഒരു പുതിയതിനെ മേടിച്ചതാണ്. ഇത് ഞാൻ പട്ടാളത്തിൽ നിന്ന് മേടിച്ചതാണ്. അവിടെ നിന്ന് നല്ല ആരോഗ്യമുള്ളതിനെ കിട്ടിയത്. പക്ഷെ എന്റെ കൈ വന്നതിൽ പിന്നെ എന്താണെന്നറിയാൻ മേല, ഇതിങ്ങനെ പതുക്കെ പോകുള്ളൂ. ഏതായാലും കുറച്ചു നേരം കൂടെ ഈ മനുഷ്യൻ പുറകെ ഇരുന്നു. ഈ വണ്ടി പതുക്കെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സഹി കിട്ടിട്ട് പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാനൊരു പട്ടാളക്കാരനാണ്, പട്ടാളത്തിൽ നിന്ന് മേടിച്ച കുതിരയാണെന്നല്ലേ പറഞ്ഞു, ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ പൊന്നു സാറേ, തിരിച്ച് പട്ടാളക്കാരോട് തന്നെ ചോദിച്ചതിന് എന്താ പറ്റിയതാ? അവര് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ നോക്കി, ഒരു കുഴപ്പമില്ല. ഏതാണെങ്കിലും സാർ ഒരു പട്ടാളക്കാരനായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുതിരക്കാരൻ അവിടുന്ന് താഴെ ഇറങ്ങി, ഈ പട്ടാളക്കാരൻ പുറകിൽ താഴെ ഇറങ്ങി, കുതിരക്കാരൻ ഇരിക്കുന്നിടത്ത് കയറി, ഈ മനുഷ്യൻ പുറകിലും കയറി. അങ്ങനെ കയറി ഇരുന്നിട്ട് ആ ജീനിയൊക്കെ ഇങ്ങനെ പിടിച്ച് ആ ചാട്ടവാറ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ചാർജ് എന്ന് പറഞ്ഞപ്പോ കുതിര 100 ഓടി. കുതിരയുടെ പ്രശ്നം എന്നായിരുന്നു? കുതിരയ്ക്ക് മനസ്സിലാകുന്ന ഭാഷ പറയണം. ഈ ക്രിസ്മസ് അത്രയുള്ളതാണ് പറയുന്നത്. മനുഷ്യനോട് പല രീതിയിൽ ദൈവം പറഞ്ഞു നോക്കി, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുക. അതൊന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അതത്ര ഉള്ളതാനും ആ സ്നേഹം അത് പങ്കുവയ്ക്കാനാണ് സഭകൾ ഉണ്ടാക്കപ്പെട്ടത്. ആ ദൗത്യം എനിക്ക് തോന്നുന്നു വളരെ അർത്ഥവത്തായിട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട ജയ്മോൻ അച്ഛനെ ഈ സമയത്ത് ഞാൻ ഹൃദയപൂർവ്വം അനുമോദിക്കുന്നു. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന അതിഥികളായവർക്ക്, വേദിയിലിരിക്കുന്നവർക്കും, സദസ്സിലായിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ക്രിസ്മസ് സന്ദേശം, അച്ഛനോട് ക്രിസ്മസ് ആശംസകൾ അച്ഛനോട് ചേർന്ന് നൽകിക്കൊണ്ടും പുതുവത്സരം കടന്നു വരുന്നു. അതിൻ്റെ നന്മകൾ നേർന്നുകൊണ്ടും വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുക. ഇപ്പോൾ
ആശംസാ പ്രസംഗത്തിനായിട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ശ്രീമതി സ്മിത എൻ പി ജയ്മോനച്ചൻ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്തിൻ്റെ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് നയന ബിജു, പ്രിയപ്പെട്ട സോണിയ ടീച്ചർ. സാധാരണ ഈ പരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ ഞങ്ങളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട MLA ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ MLA രാവിലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോയി. അപ്പം പകരം പ്രതിനിധിയല്ല, ടീച്ചർ പ്രത്യേക പ്രതിനിധിയായിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാലും MLAയുടെ ആ ഒരു സാന്നിധ്യം അറിയിക്കുന്ന രീതിയിൽ കൂടി ടീച്ചർ ഇവിടെയുണ്ട്. അതേപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വത്സമ ടീച്ചർ, ഡോക്ടർ എലിസൺ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയമുള്ളവരെ. അപ്പം ഇന്ന് എന്നെ സംബന്ധിച്ച് ഇച്ചിരി തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഇപ്പം നമ്മുടെ ഒരു ടൂറിസം ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് പേരെ കൂടെ കാണാനൊക്കെ ഉണ്ട്. തിരക്കായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ പരിപാടി തുടങ്ങിയപ്പോഴും ഇവിടെ വരാതിരുന്നത്. അപ്പോൾ ഇന്നെന്നാ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരുമ്പോഴും ഈ ജയമോനച്ചനെ ഓർക്കുമ്പോൾ നമ്മളിങ്ങനെ എന്തോ ഒരു ആകർഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ മാറിയിരിക്കുകയാണ്. കാരണം നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ അച്ഛൻ ഈ ചെറിയ കാലം കൊണ്ട്. ഇപ്പം ഞാൻ വീണ്ടും ഓരോ പരിപാടിയിലും അത് ആവർത്തിക്കുന്നില്ല. ഇപ്പം ഇവിടെ ഈ ഒരുക്കി വെച്ചിരിക്കുന്ന കിറ്റുകൾ തന്നെ നമ്മൾ എല്ലാവരും സന്തോഷവും സമാധാനമായിട്ട് പോകുന്ന ഒരു സമയമാണ്, അല്ലെ എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന സമയമാണെന്ന് പറയുമ്പോഴും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട് നമ്മളുടെ ചുറ്റിനും എല്ലാ സമയത്തും ഉണ്ട്. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും കരുതലും അവർക്ക് വേണ്ടി. ഇപ്പോൾ ഇത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടെന്നുള്ളത് മാത്രമല്ല, നമ്മൾ അച്ഛൻ പറഞ്ഞത് ഇപ്രാവശ്യത്തെ ഓണം അല്ലെ ക്രിസ്മസ് കിടപ്പ് രോഗികളോടൊപ്പം അതാണ് അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളോടൊപ്പം പഞ്ചായത്തിൽ നിന്ന് കിടപ്പ് രോഗികളുടെ ഒരു ലിസ്റ്റ് കൊടുക്കുകയാനും ആ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് അച്ഛൻ അവരുടെ വീടുകളിൽ പോയി തന്നെ, കാരണം ആ കിടക്കുന്ന ആളുകൾക്ക് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്ന ആളുകളോട് ഒന്ന് കാണുകയും സംസാരിക്കുകയും, പ്രത്യേകിച്ച് അതൊരു വൈദികനാകുമ്പോൾ നമുക്ക് ഹിന്ദുക്കളാണോ ക്രിസ്ത്യാനികളാണോ മുസ്ലിങ്ങളാണോ എന്നുള്ളതല്ല, അതിനപ്പുറം അങ്ങനെ ഒരാൾ വന്ന് അവരോട് സംസാരിക്കുന്നതെന്ന് പറയുന്നവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഈ ക്രിസ്മസ് കാലയളവിൽ അതിനുവേണ്ടി അച്ഛനെടുത്ത ആ ഒരു ഇനിഷ്യേറ്റീവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ സന്തോഷമുണ്ട്, സ്കൂളൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മളിപ്പോൾ മാലിന്യമുക്ത നവകേരളം കടുത്തുരുത്തി പഞ്ചായത്ത് പ്രഖ്യാപിച്ചിട്ട് വേണം ബഹുമാനപ്പെട്ട MLAക്ക് മാലിന്യമുക്ത നിയോജക മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കാൻ. ഇപ്പം നമ്മൾ ആളുകളോടൊക്കെ പറഞ്ഞാലും ഇതിപ്പോൾ 120 മൈക്രോണിൽ താഴെയുള്ള നമ്മളുടെ നിയമം അനുശാസിക്കുന്ന കവറാണ് ഇതിലിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൊതുപരിപാടിക്ക് ഇങ്ങനെ കാണുന്നത്. അല്ലെങ്കിൽ എല്ലാത്ത കവറുകൾ തന്നെയാണ് എപ്പോഴും. അല്ല, ഇത് നല്ല കൂടാണെന്ന് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ QR കോഡൊക്കെ സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും. നല്ല കൂട് തന്നെയാണ്. ഇരക്കാനെന്ന് പറഞ്ഞിട്ട് പ്രകൃതി സൗഹൃദമായിട്ടുള്ള കൂടുകൾ തന്നെയാണ്. അപ്പോൾ അതിലൊരു പുതുമയും കൂടെ ഉണ്ട്. എന്തായാലും ഞങ്ങൾക്ക് അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്കും ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻറ്റിനുമായിട്ട് ഈ ടേമിലെ 3ാമത്തെ ധനസഹായമാണ്. അത് 2 പേർക്ക് ഉപകാരപ്പെട്ടു. ഇനി 3ാമതൊരാളും കൂടെ അതൊരു ടേൺ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലയളവിൽ നമ്മൾ ബാക്കിയുള്ളവർക്കും കൂടെ അത് കൊടുക്കും. അച്ഛൻ ഞങ്ങളോട് കാണിക്കുന്ന കരുതലിനും സ്നേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാ പരിപാടിയും ചെറിയതാണെങ്കിലും പരിപാടികൾ എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് പോകാനായിട്ട്, മറ്റാളുകളെ പങ്കാളികളാക്കിയൊക്കെ കൊണ്ടുപോകാനായിട്ട് കാണിക്കുന്ന ഒരു സന്മനസ്സുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഇനിയും മുന്നോട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും നമ്മളെ. അപ്പോൾ ഇപ്പോൾ തിരക്കുള്ളതുകൊണ്ടാണ്, തിരക്കില്ലാത്ത സമയങ്ങൾ വരും. ഞങ്ങളെ എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവും. ഇപ്പം യേശുദേവൻ അച്ഛൻ പറഞ്ഞ ഫാദർ കുര്യൻ പറഞ്ഞനുസരിച്ച് ക്രിസ്തുദേവൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സമാധാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. അത് എല്ലാ ജാതി മതസ്ഥർക്കും അങ്ങനെ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലം ക്രിസ്മസ് കാലമാണ്. ക്രിസ്മസ് ഡിസംബർ ആകുമ്പോൾ തന്നെ നമുക്ക് പൊതുവെ അന്തരീക്ഷത്തിൽ തന്നെ ഒരു കാലാവസ്ഥയിലൊക്കെ ഒരു മാറ്റം വന്ന് നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സമയമാണ്. പിന്നെ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങളിൽ ഒരാളാണ് ഞാൻ
എന്ന് നമ്മൾക്കിടയിൽ വന്ന് നമ്മളുടെ ഒരാളായിട്ട് ജീവിച്ചു പോയ ഒരാളാണ് കൃഷ്ണദേവൻ. ആ മഹനീയ ഒരു സന്ദേശം നമുക്ക് എല്ലാവർക്കും, നമ്മൾക്ക് മറ്റാളുകളോടും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കുറിച്ചും ഒരു കരുതലുണ്ടാകാനും ഒക്കെ ഉള്ള ഒരു കാലമായിട്ട് തന്നെ ക്രിസ്മസ് മാറിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ ആശംസാ പ്രസംഗത്തിനായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് നയനാഭിഷേകം. ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ ആയിരിക്കുന്ന നമ്മുടെ ദേവോനച്ചൻ, ഇവിടെ ഉദ്ഘാടനം ചെയ്തു കടന്നു പോയ നമ്മുടെ MLA മോസസ് സാറ്, മുഖ്യപ്രഭാഷണം നടത്തിയ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് PV സുനിൽ, നമ്മുടെ നല്ല ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഫാദർ കുര്യൻ മാത്യു അച്ഛൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്മിത, വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത്, സോണിയ ടീച്ചർ, അസമ ടീച്ചർ, ഫിലിപ്പ്, മറ്റ് സ്നേഹനിധികളായ സഹോദരന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഉണ്ണീശോയുടെ തിരുപ്പിറവി എല്ലാവർക്കും വളരെ സന്തോഷകരമായ പോലെ തന്നെ നമ്മുടെ അച്ഛൻ ദേവനച്ഛൻ എല്ലാ കഴിഞ്ഞ പ്രാവശ്യം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് എല്ലാ ജനപ്രതിനിധികളെയും വിളിക്കുകയും ഇവിടുത്തെ എല്ലാ അംഗങ്ങളെയും കൂടെ നിരത്തിരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച ആ ഒരു കാര്യം നമുക്ക് എപ്പോഴും മറക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും അച്ഛൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് ഈ 19 വാർഡിലെ കിടപ്പ് രോഗികൾക്ക് കിറ്റ് കൊടുത്തുകൊണ്ട് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണ പല ആഘോഷങ്ങളും ഇന്ന് എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് എങ്കിലും ഇതുപോലെ ഈ തുച്ഛമായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ധാരാളം അംഗങ്ങൾക്ക് സഹായം നൽകിക്കൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനം നമുക്ക് വാക്കുകൾ കൊണ്ട് പറയുവാനും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ കൊള്ളാം, ഇങ്ങനെ ചെയ്യാൻ കൊള്ളാനൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടാലും ഇതൊക്കെ സംഘടിപ്പിക്കുക എന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അച്ഛനെ എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അച്ഛന്മാരോ നമ്മുടെ വൈദികരും ഒക്കെ നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വരുവാനും രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ഇവിടുത്തെ ഭാരവാഹികളോടും അച്ഛനോടുമുള്ള നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം. ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ ക്രിസ്മസ് ക്ഷണിക്കാനായിട്ട് ഇവിടെ ചുറ്റുമുള്ള ഭവനങ്ങളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, വെച്ചാൽ ഓണത്തിൻ്റെ ക്ഷീണം തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ്, അവർ പറഞ്ഞ് ആദ്യമായിട്ടാണ് ഏറെ കാലത്തിന് ശേഷം എല്ലാവരും നിലത്തിരുന്ന് ഉച്ചഭക്ഷണം ഓണമുണ്ട്, അത് ആരും പറഞ്ഞിട്ടില്ല എന്ന് ആ വീടുകളിൽ ചെന്നപ്പോഴും പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായി. ഇങ്ങനെയുള്ളവർ നല്ല നല്ല ഓർമ്മകൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നതിൽ, നിങ്ങൾ ഞങ്ങളെ മറക്കാതിരിക്കുന്നതിൽ മതിയായ സന്തോഷമുണ്ട്. ഇപ്പോൾ സെൻറ്റ് മൈക്കിൾ സ്കൂളിൻ്റെ ടീച്ചർ അങ്ങനെ ഈ കുട്ടികൾ, ഇവിടുത്തെ കുട്ടികൾ, ചുറ്റുമുള്ള വീടുകളിലെ കുട്ടികൾ പറയും, ഞാൻ ഈ വീടുകളിൽ ചെന്നപ്പോൾ അവിടുത്തെ പേരൻസ് പറയുകയാണ്, ടീച്ചറിനെ നല്ല പഠിപ്പിക്കൽ കൊണ്ട് ഫുൾ A+ മേടിച്ച കുട്ടികളാണ് ഈ ചുറ്റും താമസിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ. ടീച്ചറിനെ അതിനു മുമ്പ് തന്നെ ഞങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചു. കാരണം ഇവിടെ ഒരു റോബോട്ടിക്സ് എന്ന് പറയുന്ന ക്ലാസ് നടത്തപ്പെട്ടു. കാരണം വേറെ എങ്ങനെ തന്നെ ഇല്ലാത്ത ഒരു സബ്ജക്റ്റാണ്. ഞങ്ങളിവിടെ ഒരാഴ്ചത്തെ ക്യാമ്പ് നടത്തിയതിനേക്കാളും നല്ലൊരു ഡെഫിനിഷൻ കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ടീച്ചറിൻ്റെ ഒറ്റ സെൻറ്റൻസിൽ കുട്ടികൾക്ക് എന്താണ് റോബോട്ടിക്സ് എന്നുള്ളത് അത് ഒരുപക്ഷെ പഠിപ്പിച്ച റിസോഴ്സ് പേഴ്സൺ പോലും അങ്ങനെ ഒരു ഒറ്റ സെൻറ്റൻസിൽ ഒരു നിർവചനം കൊടുക്കാൻ സാധിച്ചില്ല. ടീച്ചർ അത് വളരെ കാര്യമായിട്ട് പഠിച്ച് അത് വളരെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. അത് ആ റോബോട്ടിക്സിലെ കുട്ടികൾ ഇപ്പോഴും അവരുടെ ഗ്രൂപ്പിൽ അവർ ചർച്ച ചെയ്യുന്ന ഇനി എന്നാണ് അടുത്ത ഈ റോബോട്ടിക്സ് ക്ലാസ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ നമ്മളോട് ചുരുങ്ങിയ വാക്കുകളിൽ ക്രിസ്മസിൻ്റെ സന്ദേശം തരും. ഇവിടെ കൂടി എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു.
അച്ഛനൊത്തിരി ജീവനച്ഛൻ ഭയങ്കര ആളാണ് കേട്ടോ. എല്ലാവരും നല്ല കാര്യങ്ങളൊക്കെ പറയും, നല്ല പുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു പറ്റിക്കുന്ന സ്വഭാവം അച്ഛനുണ്ട്. നമ്മുടെ വീട്ടിലാക്കി ഞാൻ രാവിലെ മനസ്സ് വന്നപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ആശംസയൊന്നും പറയാൻ നിങ്ങൾ പറയരുത്, ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാച്ചോട് പറയുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു. അപ്പം എന്നോട് മനസ്സ് വന്ന് ധൈര്യമായിട്ട് പോകുമ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല, വല്ല സമ്മാനം കൊടുക്കാനൊക്കെ ആണെങ്കിൽ ചെയ്ത് ആ പണിയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞാണ്, അച്ഛൻ എന്നത് ആശംസ പറയും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട നമ്മുടെ അച്ഛനൊക്കെ ഇരിക്കുന്നു, വലിയ പ്രാസംഗികനാണ്, ബൈബിളൊക്കെ നന്നായി പറയുന്ന ആളുകളുടെ മുമ്പിൽ എനിക്ക് ഇതേമാതിരിയുള്ള ബൈബിൾ വാക്യങ്ങളൊക്കെ പറയാൻ എനിക്കൊരു നാളാണ്. എനിക്ക് അത്രയ്ക്കൊന്നും അങ്ങനെ വലിയ ബൈബിൾ വാചകങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും അതൊക്കെ പറയുന്നത് തെറ്റിപ്പോകുന്ന ഒരു പേടിയുണ്ട്. അപ്പം എന്താ പറയുക, ക്രിസ്മസിൻ്റെ എല്ലാവരും പറയുന്ന പോലെ തന്നെ നല്ല പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, സന്തോഷത്തിൻ്റെ ഒരവസരമാണ് ക്രിസ്മസ്. മെമ്പർ പറഞ്ഞ പോലെ ഒരു വർഷത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മാസമാണ് ഡിസംബർ മാസം. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, നിങ്ങൾക്കും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു വർഷം, നല്ലൊരു വർഷം കടന്നു പോകുന്നു, പുതിയൊരു വർഷത്തിലേക്കുള്ള പ്രതീക്ഷ, കാലാവസ്ഥയിൽ തന്നെയുള്ള മാറ്റങ്ങൾ, തണുപ്പ്, നക്ഷത്രങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ വഴിയോരങ്ങളിലൊക്കെ തൂക്കുന്നു. അപ്പം അത് കാണുമ്പോൾ ഭൂമിയിൽ അല്ലെ ലോകം മുഴുവനും ഒരേപോലെ സന്തോഷമായി ജാതിഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ദിനമാണ് ക്രിസ്മസ്. വേറെ ഒരു ആഘോഷവും ഇതുപോലെ പ്രത്യേകം എടുത്ത് പറയാണ് ജാതിഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ആഘോഷം കൊണ്ടെന്ന് തോന്നുന്നില്ല. അത് തന്നെയാണ് ക്രിസ്മസിന്റെ ഏറ്റവും നല്ല ഒരു പ്രത്യേകതയും സന്തോഷവും. അപ്പൊ ഉണ്ണീശോയുടെ പിറവിയില് ഓരോ നക്ഷത്രവും, നക്ഷത്രങ്ങളുടെ മാസമാണ് ക്രിസ്മസ്. ഓരോ നക്ഷത്രവും ഓരോ പ്രതീക്ഷയാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നക്ഷത്രം ഇറങ്ങി വന്നതുപോലെ വീടുകളുടെ മുമ്പില് വഴിയോരങ്ങളിലൊക്കെ നക്ഷത്രങ്ങൾ തെളിയുമ്പോൾ നമ്മളുടെ മനസ്സാണ് തെളിയുന്നത്. മനസ്സിൽ സന്തോഷം, പ്രത്യാശ, സമാധാനം, ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾ, നല്ല നല്ല സ്വപ്നങ്ങൾ, ഭാവിയിൽ വരാനുള്ള നല്ല കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പ്രത്യാശ തരുന്ന ഒരു ദിനമാണ്, ഒരവസരമാണ് ക്രിസ്മസ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉണ്ണീശോയുടെ ജനനം മുതൽ നമ്മൾ ഓരോരുത്തരുടെയും ജനനവും ഇതേമാതിരി പ്രത്യാശയുടേതാണ്. ഉണ്ണീശോയുടെ ജനനം ലോകത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകി, ലോകത്തിന് മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ജനനം അന്ന് മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ ജനിച്ചു വീഴുന്ന ഓരോ ശിശുവിൻ്റെയും ജനനത്തിനും സന്തോഷമുണ്ട്, പ്രതീക്ഷയുണ്ട്. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വളരെയധികം അർത്ഥങ്ങളുണ്ട്. നമ്മളെല്ലാം നമ്മളുടെ ജീവിതം നമ്മളെ സ്നേഹിക്കുന്നവരുടെ, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതം ഒരു സമ്മാനമാണ്. ദൈവപുത്രനെ നമുക്ക് സമ്മാനമായി തന്നതുപോലെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനും അതേമാതിരിയുള്ള ഒരു അർത്ഥമുണ്ട്. ഒരു സമ്മാനം കിട്ടുമ്പോൾ അത് ഗുണകരമാകണം എന്നുള്ളതാണല്ലോ. ഗുണമില്ലാത്തത്, യൂസ്ലെസ്, ഗുഡ് ഫോർ നത്തിങ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയിപ്പിക്കരുത്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് പറയുകയും ചെയ്യുന്നത് അത് വളരെ വേദനാജനകമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള ഒരു ഗിഫ്റ്റായിട്ട്, ഒരു സമ്മാനമായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റണം. ഇതാണ് എനിക്കിന്ന് നിങ്ങൾക്ക് തരാനായിട്ടുള്ള ഒരു ക്രിസ്മസ് സന്ദേശം. അപ്പം നമ്മളെല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഭൗതികമായ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആത്മീയ തലത്തിൽ കൂടി നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സമ്മാനമായിട്ട് മാറണം. ഒരു ചെറിയ ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പിതാവും ഒരു മകനും ജീവിച്ചിരുന്നു. അപ്പോൾ ഈ പിതാവ് വളരെ കഷ്ടപ്പെട്ടു. രാവിലെ മുതൽ എഴുന്നേറ്റ് കന്നുകാലികളുണ്ട്, വീട്ടിൽ മറ്റു പണികളുണ്ട്, കൃഷിപ്പണികളുണ്ട്, ഇങ്ങനെ എല്ലാ പണികളും വളരെ കഷ്ടപ്പെട്ട് സ്വയമേ ചെയ്തു തീർത്തിരുന്നു. ഇതൊന്നും യാതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മകൻ ഇതൊന്നും
ഇതില്ലാതെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ എല്ലാ ദിവസവും വളരെ വിഷമത്തോടു കൂടി കുറ്റപ്പെടുത്തി ആണെങ്കിൽ പോലും മകന് വേണ്ടി എല്ലാ കാര്യങ്ങളും ആ അപ്പൻ വളരെ കൃത്യമായി ചെയ്തിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ക്രിസ്മസ് കാലം വന്നു. അപ്പോൾ ആ ക്രിസ്മസ് കാലത്ത് നക്ഷത്രങ്ങളൊക്കെ തൂങ്ങി നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ പ്രതീക്ഷയും ഒക്കെ ആയിട്ട് വരികയാണ്. പക്ഷേ ഈ അപ്പൻ്റെ മനസ്സിൽ അത്രയ്ക്ക് സന്തോഷമൊന്നും. ക്രിസ്മസ് കാലമായപ്പോഴേക്കും മകൻ വിചാരിച്ചു, ഈ ക്രിസ്മസ് കാലത്ത് അപ്പന് എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവൻ അന്ന് ക്രിസ്മസിന്റെ അന്ന് രാവിലെ അവൻ വിചാരിച്ചു അപ്പന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സമ്മാനം വേണം കൊടുക്കാൻ. അപ്പൻ അല്ലെങ്കിലും എന്നെ കുറിച്ച് പരാതിയാണ്, ഉത്തരവാദിത്വമില്ല, അലസനാണ് എന്നൊക്കെയുള്ളത് സ്വയമേ മനസ്സിലാക്കി അന്നേ ദിവസം രാവിലെ അപ്പൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൻ എഴുന്നേറ്റ് കന്നുകാലികളുടെ തൊഴുത്തിൽ പോയി അവിടെ എല്ലാം വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കി അടുക്കളയിലേക്ക് വന്നു. അവിടെയും കാര്യങ്ങളൊക്കെ ശരിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി എല്ലാം ശരിയാക്കി അവൻ അവിടെ നിന്ന് മാറി. പതിവ് പോലെ ഇന്ന് ക്രിസ്മസ് ആണല്ലോ, ഇനി എല്ലാ പണിയും ഞാൻ ചെയ്യണമല്ലോ എന്നൊക്കെയുള്ള വേവലാതിയില് വിഷമതയില് അപ്പൻ എഴുന്നേറ്റ് വന്ന് തൊഴുത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ എല്ലാം വൃത്തിയായി കഴിഞ്ഞു. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. അതിനുശേഷം പിന്നെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴും അതുപോലെ തന്നെ. അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു. മകനും സന്തോഷമായി. അവന് അപ്പന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനമായി, ക്രിസ്മസ് സമ്മാനമായി അത് മാറി. വേറൊരു കഥ പറയും. അതായത് ഒരു മദ്യപാനിയായ ഒരു പിതാവ് തന്റെ മകൾക്ക് വേണ്ടി ഒരു സമ്മാനം, ക്രിസ്മസ് സമ്മാനം വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ ചെന്നു. വളരെ നല്ല മുടിയുള്ള അവളുടെ തലയിൽ കെട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലിപ്പോ സ്ലൈഡോ അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അദ്ദേഹം അത് വാങ്ങിക്കാൻ കടയിൽ ചെല്ലുന്നു. വളരെ മനോഹരമായിട്ടുള്ള ക്ലിപ്പ് വാങ്ങിക്കണം, അത് കുത്തിക്കൊണ്ട് അവർക്ക് അഭിമാനപൂർവ്വം മറ്റുള്ളവരെ കാണിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം അപ്പനുണ്ട്. കടയിൽ ചെന്ന് വില ചോദിച്ചപ്പോൾ എല്ലാത്തിനും ഭയങ്കര വില കേട്ട് അദ്ദേഹം വേണ്ടി അത്രയും പൈസ അദ്ദേഹത്തിന്റെ കയ്യിലില്ല കൊടുക്കാൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കടക്കാരൻ ചോദിച്ചു, മദ്യപിച്ചിട്ടുണ്ടോ? അല്ലേ, ഉണ്ട്, മദ്യപിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും മദ്യപിക്കാറുണ്ട്. ഈ മദ്യപിക്കുന്ന കാശ് ഉണ്ടായിരുന്നുവെങ്കിൽ മകൾക്ക് ഏറ്റവും നല്ല സ്ലൈഡ് അല്ലെങ്കിൽ ക്ലിപ്പ് മേടിക്കാമായിരുന്നല്ലോ എന്ന് അപ്പനോട് കടക്കാരൻ ചോദിച്ചു. അപ്പൻ തല കൊണ്ടിട്ട് ഒന്നുമില്ലാതെ നിന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഷമിക്കാൻ പറഞ്ഞതല്ല. അപ്പൊ എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, can't you be a better gift എന്ന്? താങ്കൾക്ക് ഒരു കൂടുതൽ നല്ല സമ്മാനമായി മാറിക്കൂടി എന്ന്. അപ്പോൾ അതായത് ഒരു ക്ലിപ്പ് കൊടുക്കുന്നതിനേക്കാൾ മദ്യപിക്കാതെ വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു പുതിയ മനുഷ്യൻ, ഒരു കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി, അതായിരിക്കും ആ മകൾക്ക് മറ്റേത് ഗിഫ്റ്റിനേക്കാൾ കൂടുതൽ സന്തോഷം നൽകുന്നത്. അപ്പോൾ മദ്യപിക്കാതെ ചെല്ലുന്ന ഒരു കുടുംബനാഥൻ, അദ്ദേഹത്തിന് അതാണ് ആ കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. അതാണ് അദ്ദേഹം വഴി ആ കുടുംബത്തിനുണ്ടാകുന്ന സന്തോഷം, സമാധാനം, ഐശ്വര്യം. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവണമെങ്കിൽ അവർക്ക് നമ്മൾ സന്തോഷം കൊടുക്കണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് തീർത്ത് മറ്റുള്ളവരെ രാഗി ഇതെന്റെ വിധിയാണല്ലോ എന്ന് പറയുന്ന അമ്മയേക്കാൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കുട്ടികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി സന്തോഷപൂർവ്വം മനസ്സറിഞ്ഞ് ജോലി ചെയ്യുന്ന അമ്മയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. അനുസരണയോടുകൂടി, മാതാപിതാക്കളുടെ അനുസരണയോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറുന്ന കുഞ്ഞുങ്ങളാണ് അവർക്ക് പേരൻസിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ക്രിസ്മസ് ഗിഫ്റ്റ് അതാണ്. അപ്പോൾ ബി എ ബെറ്റർ ഗിഫ്റ്റ്, ബി എ ബെറ്റർ പേഴ്സൺ. അതാണ് ഇന്ന് നിങ്ങൾക്ക് തരാനായിട്ടുള്ള എൻ്റെ ഒരു ക്രിസ്മസ് മെസ്സേജ്. ടീച്ചറിനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചില്ലായെങ്കിൽ ഇതൊരു വലിയ നഷ്ടമായി മാറിപ്പോയത്. എല്ലാവരും ചേർന്ന് ഒരു നല്ലൊരു കൈയടി. ഇതുപോലെ തന്നെയായിരുന്നു സമ്മർ ക്ലാസ്സിന് റോബോട്ടിക്സിന്റെ ക്ലാസ് എടുക്കാൻ വന്നപ്പോഴും ആ റിസോഴ്സ് പേഴ്സണേക്കാൾ കാര്യമായിട്ട് ഒറ്റ സയൻസ് അച്ഛൻ അതിൻ്റെ അവസാനം ഈ അച്ഛനൊക്കെ അതിൽ പങ്കെടുത്തതാണ്. എൻ്റെ അവസാന ദിവസം വന്നതാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ഒരു നല്ല മെസ്സേജ്. അതുകൊണ്ടാണ് എനിക്ക് വീടുകളെല്ലാം ചെന്നപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ മക്കൾ A+ മേടിച്ചതിൻ്റെ പിന്നിൽ
ടീച്ചറിന്റെ നല്ല ഒരു പഠിപ്പിക്കൽ, അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല മെസ്സേജ് തന്നതിന് ഒരിക്കൽ കൂടി ഒരു നല്ല ഊർജ്ജസ്വലമായ കൈയ്യടി കൊടുക്കാണ്. ഇപ്പോൾ എഴുത്തുകാരിയും കവിയത്രിയുമായിരിക്കുന്ന എൻ്റെ ഗുരുനാഥയാണ്. ഏറ്റവും കൂടുതൽ സമരമുള്ള സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികളെ പഠിപ്പിച്ച, അതിൽ എന്നെ പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ ടീച്ചർ ഊഹാദ മുട്ടുചേറ ഫൊറോന പള്ളിയുടെ ഇടവക അംഗമാണ്. ടീച്ചറിനെ ഇപ്പോൾ എഴുത്തുകാരി എന്ന നിലയിലും കവിയത്രി എന്ന നിലയിലും അതിലെല്ലാം ഉപരി ടീച്ചറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ നാടിന് മാത്രമല്ല യാക്കോബായ സഭയിലെ പല സെന്ററുകളിലും എന്നോടൊപ്പം ടീച്ചർ വരുവാനൊക്കെയായിട്ട് ഇടയായിട്ടുണ്ട്. ടീച്ചറിന്റെ കോൺട്രിബ്യൂഷൻ വിവിധ സഭകൾ ഒന്നിച്ച് പ്രവർത്തിക്കണം, ഒറ്റ സഭയായി മാറണമെന്ന് എന്നെ കാണുമ്പോഴൊക്കെ ടീച്ചർ പങ്കുവെക്കാറുണ്ട്. ഇപ്പോൾ ഈ കോൺഗ്രിഗേഷന്റെ ഭാരവാഹികളും ഈ കടുത്തുരുത്തിയിലെ പൗരാവലിയും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിക്കും. എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നത് ഈ പഞ്ചായത്തിന്റെ വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായിരുന്ന ജെൻസി എലിസബത്ത് ആശംസകൾ അർപ്പിക്കും. അതിനെ തുടർന്ന് ക്രിസ്മസ് ഫണ്ട്, ആരാണ് നിങ്ങളുടെ ഫ്രണ്ട് എന്നുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തോളുക. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കുറികൾ കൊണ്ട് ആരാണ് നിങ്ങളുടെ ഫ്രണ്ട് എന്നുള്ളത് എല്ലാവരും ഈ സമയത്ത് നോക്കി മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം ക്രിസ്മസ് ഫണ്ടിന് എല്ലാവരും മുന്നോട്ട് കടന്നു പോയിട്ട് ഗിഫ്റ്റുമായിട്ട് മുന്നോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ആ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൈമാറി ഈ വിശിഷ്ട അതിഥികളോടൊപ്പം എന്നുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോകൾ ചേർന്ന് ജിംഗിൾ ബെൽ എന്നുള്ളതായ ആ പാട്ടോടുകൂടി പര്യവസാനിക്കുക. അവസാന സമയമാണ്, ഏറ്റവും ധന്യമായ സമയമാണ്. ആരും പോകരുത്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്യം 6 മണിക്ക് തന്നെ പര്യവസാനം. ക്രിസ്മസ് പ്രോഗ്രാമിന്റെ ബഹുമാനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ജയ്മോനച്ചൻ, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനായ MLA അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് അവർ, മുഖ്യപ്രഭാഷണം നിർവഹിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ PV സുനിൽ അവർ, അനുഗ്രഹ പ്രഭാഷണം നൽകിയ പ്രിയപ്പെട്ട പുതിയച്ചൻ, പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സ്മിത MD, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി നയന ബിജു, പ്രിയപ്പെട്ട സോണിയ ടീച്ചർ, വത്സമ ടീച്ചർ, പ്രിയപ്പെട്ട ഡോക്ടർ എബിസ്ഫിൽ ഉൾപ്പെടെ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. സെന്റ് ആൻഡ്രൂസ് യാക്കോബായ പള്ളിയുടെ നേതൃത്വത്തിൽ ദൈവോന്നതന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷത്തിന് ഇന്ന് തുടക്കമിടുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. അതോടൊപ്പം നമുക്കറിയാം, പ്രിയപ്പെട്ട ജയ്മോനച്ചന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് മുൻപേ സംസാരിച്ചിരുന്നവരെല്ലാം വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ കഴിഞ്ഞ ദിവസം തന്നെ അച്ഛൻ അറിയിച്ചു. കണ്ടത് പഞ്ചായത്തിന്റെ 19 വാർഡുകളിലെ കിടപ്പുരോഗികളുടെ ലിസ്റ്റ് തരണമെന്ന് അറിയിച്ചു. അതനുസരിച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് പ്രകാരം കിടപ്പുരോഗികളുടെ വീട്ടിൽ പോയി അവർക്കുള്ള കിറ്റ് കൊടുക്കുകയും സമ്മാനങ്ങളും അതോടൊപ്പം അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരവുമായി ഇത് കാണുന്നു. പ്രിയപ്പെട്ട ജയ്മോനച്ചന്റെ നടക്കുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം കട്ടത്തി പഞ്ചായത്ത് ഈ 10ാം വാർഡിൽ ഒതുങ്ങാതെ 19 വാർഡിലുള്ള ആളുകളെ അർഹതയുള്ളവരുടെ കയ്യിലേക്ക് പെൻഷൻ ഉൾപ്പെടെ എത്തിപ്പെടുന്നു. ജയ്മോനച്ചൻ നടക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും കട്ടത്തി പഞ്ചായത്തിലെ എല്ലാവിധ സംഘങ്ങളും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും പുതുവർഷത്തിന്റെയും ആശംസകൾ നേരുന്നു. അത് മോനിച്ചു മഞ്ജു
മാച്ചു മാച്ചു. ആൽബിൻ 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 ഹലോ ജിതിൻ ഞാൻ വിളിച്ചാൽ പറഞ്ഞല്ലോ വിളിക്കാം. ജസ്റ്റിൻ ജസ്റ്റിൻ ആ ഓക്കെ 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 ഞങ്ങളുടെ കേക്കിൻ്റെ നമ്പറാണ്. നീത നീത ആ ശരി വിളിക്കാം. 10 രൂപ എന്ന് പറഞ്ഞു. ജോബി ചന്ദ്രിക അതുപോലെ നിറോ ലിജി ബിജു ജസ്ന സോണിയ മോൻസ് റെജി ജോസഫ് ജോസഫ് നേടു എന്റെ പേരുള്ളത് ഫിജി ജസ്റ്റിൻ ഡോക്ടർ എഡിസൺ ലിജോ ജോസ്ന ഷാലി കുര്യാക്കോസ് ഇനി ഗിഫ്റ്റ് കയ്യിലുള്ളവർ മുന്നോട്ട് വാ.
ശ്രീകാന്ത്. ജോൺസൺ. ഈ ഗിഫ്റ്റ് കയ്യിലുള്ളവർ മാത്രം. ദാനി. മച്ചു ഗിരീഷ്. സിമി ജോൺസൺ. സിമി ജോൺസൺ. ബിന്ദു സന്തോഷ്. Cecily George. Cecily George. ഗിഫ്റ്റ് കയ്യിലുള്ള ആളുകൾ മുന്നോട്ട് വരിക. അവരുടെ കയ്യിലുള്ളതായ കുറി. ജെമിലി. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്,
ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൈമാറി. ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ചെയ്തത്. എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ മേടിച്ചിട്ട് നോക്കിയിട്ടുള്ള ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇപ്പോൾ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും മുന്നോട്ട് നിന്ന് ഈ വിശിഷ്ട അതിഥികളോടൊപ്പം ഒരു ഗിഫ്റ്റുള്ള എല്ലാവരെയും മുന്നോട്ട് വരിക. ഇപ്പോൾ ഈ കോൺഗ്രിഗേഷന്റെ സെക്രട്ടറി ആയിരുന്നു തിരിച്ചു ഇനി വരാത്തവരുടെ ഗിഫ്റ്റ് ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ അത് മേടിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കോൺഗ്രിഗേഷന്റെ സെക്രട്ടറി ഡോക്ടർ എപ്പിസൻ തിരുവർ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അപ്പോൾ യോഗത്തിന്റെ അധ്യക്ഷൻ ഫാദർ ജെയിമോൻ, യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ MLA ശ്രീ മോൻസ് ജോസഫ്, മുഖ്യപ്രഭാഷണം നടത്തിയ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ PV സുനിൽ, അന്ത്യ പ്രഭാഷണം നടത്തിയ കുര്യൻ മാത്യു വടക്കപ്പറമ്പിലച്ചൻ, ശ്രീമതി സ്മിത നായന ബിജു, സോണിയ ടീച്ചർ, ജിൻസി എൽസവർ, മത്സമൻ ടീച്ചർ, ഈ ചെറിയൊരു കോൺഗ്രിഗേഷനിൽ ഇത്രയും വിപുലമായ ഒരു ക്രിസ്മസ് പരിപാടി നടത്തിയ ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാർക്ക് ഏറ്റവും ആദരണീയനായ ജയമോൻ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈ കോൺഗ്രിഗേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഏറ്റവും ആദ്യം നന്ദി അറിയിക്കേണ്ട അച്ഛനാണ്. ഈ പരിപാടികൾക്കെല്ലാം ചുക്കാൻ പിടിച്ച അച്ഛന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിച്ച ജയമോൻ അച്ഛന് ഈ കോൺഗ്രിഗേഷന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു. തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ഈ ചെറിയ കോൺഗ്രിഗേഷനിൽ എത്ര ചെറിയ പരിപാടി വെച്ചിരുന്നാലും അതിലെല്ലാം ഓടി വന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോട് സഹകരിക്കുന്ന നമ്മുടെ കടുത്തുരുത്തിയുടെ ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ശ്രീ മോൻസ് ജോസഫ് MLA, അദ്ദേഹത്തിന്റെ തിരക്കുകൾ കാരണം അദ്ദേഹം നേരത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് പോവുകയുണ്ടായി. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പ്രിയപത്നിയായ ശ്രീ സോണിയ ടീച്ചർക്കും, സോണിയ ടീച്ചർ വളരെ നല്ലൊരു പ്രഭാഷണം, ആദ്യം പ്രസംഗം പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും വളരെ നല്ലൊരു പ്രഭാഷണം നടത്തി ക്രിസ്മസിന്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിച്ച ശ്രീ സോണിയ ടീച്ചറിനും ഈ കോൺഗ്രിഗേഷന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊടുക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് മുഖ്യ പ്രഭാഷണം നടത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുനിൽ അവർക്കും, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സ്മിത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ നയന ബിജു, ശ്രീമതി ജിൻസി എലിസബത്ത് എന്നിവർക്കും കോൺഗ്രിഗേഷന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. വളരെ നല്ലൊരു ക്രിസ്മസ് സന്ദേശം നൽകി ക്രിസ്മസിന്റെ അന്തസത്ത എന്താണ്, അതിന്റെ സത്ത എന്താണെന്ന് നമ്മളെ ചെറിയ കഥകളിലൂടെ പറഞ്ഞു മനസ്സിലാക്കിയ ഏറ്റവും ആദരണീയനായ കുര്യൻ മാത്യു വടക്കാപ്പറമ്പിലച്ചന് ഈ കോൺഗ്രിഗേഷന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവർഷത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇപ്പോൾ എല്ലാവരും ഗിഫ്റ്റുള്ള എല്ലാ ആളുകളും മുന്നോട്ട് വരിക. മുന്നോട്ട് വന്നിട്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കുകയാണ്, ഒരു ഗ്രൂപ്പ് ഫോട്ടോ. അപ്പോൾ മുന്നോട്ട് സമയം എന്നെ എല്ലാവരും അറിയപ്പെടുന്നത് കോട്ടയത്തിന്റെ സ്വന്തം ട്രാക്കുള എന്ന പേരിലാണ്. 34 വർഷക്കാലമായി രക്തദാനം ചെയ്യുന്നു.
നിങ്ങളുടെ ആർക്കെങ്കിലും കൂട്ടുകാർക്കോ ആർക്കെങ്കിലും രക്തം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. എന്റെ നമ്പർ 75 58 08 14 46. ആർക്കെങ്കിലും കിട്ടിയിട്ട് എനിക്ക് അച്ഛനോട് പറഞ്ഞ അച്ഛൻ തരും. തന്റെ ജീവന്റെ അംശമായ രക്തം മറ്റൊരു ജീവൻ രക്ഷിക്കാൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തി വേറെ ഇല്ല. ഹീമോഗ്ലോബിന്റെ അളവ് 12.5 ഹീമോഗ്ലോബിന്റെ അളവ് 16.5 മേളിലാകാത്ത ആർക്കും ഒരു അസുഖമില്ലാത്തവർക്ക് രക്തദാനം ചെയ്യാവുന്നതാണ്, ആൺ പെൺ വ്യത്യാസമില്ലാതെ. ഞാൻ ഇപ്പൊ ഇത്ര 138 പേർക്ക് എന്റെ രക്തം ദാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ചത്തെ എന്റെ 80ാമത്തെ എന്റെ പേര് പോയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. പിന്നെ നമ്മൾ ക്രിസ്മസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഉണ്ണീശോ എവിടെയാണ് ജനിച്ചേ? അവിടെ ജനിച്ചാൽ മതിയോ? ആരെങ്കിലും മറുപടി എന്ന് പറയാം. ഉണ്ണീശോ കാര്യത്തൊഴുത്തിൽ പിറന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണീശോ പിറന്നാലേ ഉള്ളൂ. നമ്മുടെ ജൈവനത്തിനെ പോലെയുള്ളവരുടെയൊക്കെ ഹൃദയങ്ങളിലാണ് ഉണ്ണീശോ ജനിച്ചേക്കുന്നത്. ഇനിയും ഒത്തിരി ആൾക്കാർക്ക് ക്രിസ്മസ് മുമ്പ് ആഘോഷിച്ചു പോകാനുള്ളതല്ല. നമ്മളത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള നമ്മൾ നിൽക്കണം. നമ്മളത് തയ്യാറാക്കണം. അപ്പോൾ രക്തത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛന്മാരുള്ളതുകൊണ്ട് എന്നാലും ഞാൻ പറയാണ്. പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ പോയി പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് തന്റെ ജീവന്റെ അംശമായ 350 അല്ലെ 450 മില്ലി രക്തം മറ്റൊരു ജീവൻ രക്ഷിക്കാൻ കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇതാണ് അന്നദാനം, പുണ്യദാനം, രക്തദാനം, ജീവദാനം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വരുന്ന ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം നിങ്ങളോട് എല്ലാവരോടും അപേക്ഷയുണ്ട്. അച്ഛനെ തോളോട് ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തിന് തന്നെ നമുക്ക് മാറ്റിമറിക്കാവുന്ന ഒരു മഹാസംഭവമായി മാറ്റാൻ സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പല ആളുകളും ക്രിസ്തുമസിന്റെ കാർഡുകൾ ഇവിടെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ക്രിസ്തുമസിന്റെ കാർഡുകൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ള കാർഡുകൾ ഈ പള്ളിയുടെ ഛായാചിത്രത്തോടു കൂടിയ കാർഡുകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനം ഈ പള്ളിയുടെ വാർഷിക പെരുന്നാളിനോടനുബന്ധിച്ച് അഭ്യുദയ മെത്രാപ്പോലീത്ത തിരുമനസ്സെന്ന് സ്വീകരിക്കാവുന്നതാണ്. ഈ ചാപ്പലിന്റെ ഈ കുടുംബത്തിന്റെ 4ാമത് വാർഷികം ജാനുവരി 31 വളരെ ഭക്തി ആദരവോടുകൂടി കൊണ്ടാടുകയാണ്. ആ സമയത്ത് ഈ ക്രിസ്തുമസിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ തരുന്ന ആകർഷകമായ ഒരു സമ്മാനം നൽകുവാനായിട്ടാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. 2023 ക്രിസ്തുമസ് ഈ ഒരു കിറ്റ് വിതരണം കൊണ്ട് തീരുന്നില്ല. 60ഓളം കുടുംബങ്ങൾക്ക് കിടപ്പ് രോഗികളെ ചെന്ന് കണ്ട് അവർക്ക് അവരുടെ ഭവനങ്ങളിൽ ആവശ്യമായതായ പലവ്യഞ്ജനത്തിന്റെ കിറ്റുകൾ നമ്മൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർമാരോടൊപ്പമാണ് നമ്മുടെ യാത്ര. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളുള്ളതായ ശുശ്രൂഷകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണെന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള കേക്കുകൾ മിതമായ നിരക്കിൽ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്നതിനേക്കാൾ 20 രൂപ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നതാണ്. സാധാരണ പള്ളികളിൽ കേക്ക് വിതരണം ചെയ്യുന്നത് ആ പള്ളിക്കൊരു വരുമാനമാണ്. ഇത് നേരെ തിരിച്ചാണ്, നിങ്ങൾക്കൊരു ആദായമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഇവിടെ നിന്ന് തന്നെ കേക്കുകൾ വാങ്ങുന്നത്. ഇന്ന് മാത്രമല്ല, തുടർന്നുള്ള ദിവസങ്ങളിൽ ന്യൂ ഇയർ വരെ കേക്കുകൾ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടി വന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.